രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുമോ? ഈ ചോദ്യമാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി കുറെ നാളായി കോൺഗ്രസിനെ നയിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ അദ്ദേഹം നയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ് തോറ്റമ്പുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും രാഹുലിനെ പരീക്ഷിക്കണമോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. കോൺഗ്രസ് നമുക്കറിയാം ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. അത് ഇന്ദിരാഗാന്ധി നയിച്ചു, അതിനുശേഷം രാജീവ് ഗാന്ധി നയിച്ചു, പിന്നീട് സോണിയയിലേക്കായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം എത്തിയത്. പക്ഷെ അവർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ കഴിഞ്ഞില്ല. പിന്നീട് മറ്റ് നേതാക്കന്മാരൊക്കെയാണ് പ്രധാനമന്ത്രിമാരായത്. എന്തു തന്നെയായാലും ഇപ്പോൾ രാഹുലിലേക്ക് നേതൃത്വം വന്നിരിക്കുന്നു. പക്ഷെ രാഹുലിന് കോൺഗ്രസിനെ മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയില്ല എന്ന കാര്യം കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഒരു ദൂഷിത വലയത്തിന്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന അഭിപ്രായമാണ് ഉള്ളത്. പല നേതാക്കന്മാരും, പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയോടുള്ള അഭിപ്രായ വ്യത്യാസം മൂലം കോൺഗ്രസ് വിട്ടു. അവരൊന്നും ചില്ലറക്കാരൊന്നുമല്ല, കോൺഗ്രസിലെ വലിയ നേതാക്കന്മാരായിരുന്നു. ഗുലാം നബി ആസാദ്, അദ്ദേഹം കോൺഗ്രസ് വിട്ടു. അദ്ദേഹം ജമ്മു കാശ്മീർ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു. ജമ്മു കാശ്മീർ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസിന് അറിയപ്പെടുന്ന, പാർലമെന്റിലൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു. അതുപോലെ തന്നെ അഭിഭാഷകനായ കപിൽ സിബൽ കോൺഗ്രസ് വിട്ടു. പഞ്ചാബ് മുഖ്യമന്ത്രിയായ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ടു. രാഹുൽ ഗാന്ധിയുടെ തന്നെ അടുപ്പക്കാരനായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടു. അങ്ങനെ നിരവധി നേതാക്കന്മാർ, അവരുടെ പേരെടുത്തു പറയുകയാണെങ്കിൽ ഒട്ടനവധി പേരുണ്ട്. മിലിന്ദ് ദേവര, ബോംബെയിലെ മിലിന്ദ് ദേവര, അശോക് ചവാൻ, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിയായിരുന്ന RPN സിംഗ്, കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന അശ്വിനി കുമാർ, ജിതിൻ പ്രസാദ, അങ്ങനെ നിരവധി നേതാക്കന്മാർ, പലരും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയോട് വിയോജിച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസ് വിട്ടത്. അപ്പം അങ്ങനെ കോൺഗ്രസിന് പരാജയം മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ നേതൃത്വത്തിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ അവതരിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കോൺഗ്രസ് വലിയ ക്യാമ്പയിനുകളൊക്കെ നടത്തിയത്. അദ്ദേഹം തന്നെ ഭാരത് ജോഡോ യാത്ര പോലുള്ള വലിയ പ്രോജക്റ്റുകളൊക്കെ നടത്തി. പക്ഷെ അതിന്റെയൊക്കെ ഫലം എന്ന് പറയുന്നത് തികച്ചും കോൺഗ്രസിന് തിരിച്ചടി മാത്രമാണ് നേരിട്ടത്. അത് 2014 തെരഞ്ഞെടുപ്പാണെങ്കിലും, 2019 തെരഞ്ഞെടുപ്പിലാണെങ്കിലും, 2024 തെരഞ്ഞെടുപ്പിൽ, അങ്ങനെ 3 പൊതു തെരഞ്ഞെടുപ്പുകൾ വമ്പിച്ച തിരിച്ചടിയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ പിന്നീട് അതിനിടയ്ക്കും ഒക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ, ഏറ്റവും ഒടുവിൽ 2024 BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും പിന്നീട് നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അവർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നിട്ട് നിന്നെങ്കിൽ പോലും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റമ്പുകയായിരുന്നു അവരുടെ സഖ്യം ചെയ്തത്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും കോൺഗ്രസിന് കാര്യമായ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ അപക്വമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത് എന്ന ഒരു വിമർശനമാണ് BJPയും ഉയർത്തുന്നത്, അതുപോലെ കോൺഗ്രസിനകത്ത് തന്നെ ആളുകളും ഉയർത്തുന്നത്. ഈ സമയത്താണ് പ്രിയങ്ക ഗാന്ധി, കാരണം കോൺഗ്രസിലെ കുടുംബാധിപത്യവാദികൾ തന്നെ അവർ പ്രിയങ്കയെ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നുകൂടാ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. 1999 അമേഠിയിൽ സോണിയാഗാന്ധി മത്സരത്തിന് വരുന്ന സമയത്ത് സോണിയയുടെ മകൾ, അല്ലെങ്കിൽ രാഹുലിന്റെ സഹോദരി പ്രിയങ്കയും ക്യാമ്പയിൻ രംഗത്തുണ്ടായിരുന്നു. പിന്നീട് 2004 തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി മാത്രമാണ് മത്സരിച്ചത്. പിന്നീട് ഒരിക്കലും പ്രിയങ്ക മത്സരരംഗത്തേക്ക് വന്നില്ല. ഏറ്റവും ഒടുവിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിക്കും, അമേഠിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത്. അമേഠിയിൽ മറ്റൊരു നേതാവ്, കോൺഗ്രസിന്റെ തന്നെ പ്രാദേശിക നേതാവിനെയാണ് മത്സരിച്ചത്. പിന്നീട് വയനാടിൽ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധി ആ ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിലെത്തുന്നത്. രണ്ടുപേരും തമ്മിലൊരു പ്രകടമായ നിരവധി വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നു. കാരണം പ്രിയങ്ക ഇനി അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ പോലും അവർ അപ്രോച്ചബിൾ ആണ്. അതേപോലെ തന്നെ അവർ വലിയൊരു ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധപ്പെടാനുള്ളൊരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പോലെ അന്ധമായ വിമർശനമല്ല അവർ നടത്തുന്നത്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ വിദേശത്ത് പോയിട്ടൊക്കെ ഇന്ത്യയെ വിമർശിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും അവർ ഇന്ത്യ ഗവൺമെന്റ് വിമർശിച്ചു. പട്ടാളത്തിന് തിരിച്ചടി കിട്ടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാന് മേൽക്കൈ കിട്ടുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇല്ലാതായി, അല്ലെങ്കിൽ അത് ഗവൺമെന്റ് കൺട്രോളിലായി.
ഇലക്ഷന്റെ വിശ്വാസ്യതയെ തന്നെ അദ്ദേഹം തകർക്കുന്നു. അപ്പം അങ്ങനെ രാജ്യത്തിന് വിരുദ്ധമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നത് എന്നാണ് BJPയും അതുപോലുള്ള കക്ഷികളൊക്കെ തന്നെ ആരോപിക്കുന്നത്. ഇപ്പൊ ബെർലിനിലൊക്കെ പോയിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയെ വിമർശിക്കുന്നത്. അമേരിക്കയിൽ പോയി ഇന്ത്യയെ വിമർശിക്കുന്നു. അപ്പൊ സാധാരണ പ്രതിപക്ഷ നേതാക്കളൊന്നും അങ്ങനെ ചെയ്യാറില്ല. വിദേശ മണ്ണിൽ പോയാൽ അവർ ഇന്ത്യയെ വിമർശിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ളൊരു ശക്തമായ വികാരം നിലനിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിലാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമായിരുന്നു. പല കോൺഗ്രസ് നേതാക്കളും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒറീസയിലെ മുഹമ്മദ് മുഖീം എന്ന് പറയുന്ന MLA പരസ്യമായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് നേരെ അച്ചടക്ക നടപടി എടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും ബഹളം വെക്കുന്ന നേതാവ്, അല്ലെ ഏറ്റവും അധികം ശ്രദ്ധായമാനമായ രംഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നേതാവ് ഇമ്രാൻ മസൂദ് MP, അദ്ദേഹം പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഇനി രാഹുൽ ഗാന്ധിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പകരം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം എന്ന ആവശ്യം ഉയരുന്നുണ്ട് പല ഭാഗത്തും. കാരണം KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല സംസ്ഥാനങ്ങളെയും നേതാക്കന്മാരായിട്ടൊന്നും അദ്ദേഹത്തിന് അങ്ങനെ കാര്യമായിട്ട് അടുത്ത് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഉയരുന്നുണ്ട്. അപ്പം KC വേണുഗോപാലിനെ മാറ്റിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് ഇത്തവണ കേരളത്തിൽ UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ KC വേണുഗോപാലിന് കേരളത്തിലേക്ക് വരാൻ കഴിയും. ആ സമയത്ത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം പ്രിയങ്ക ഗാന്ധിക്ക് വഹിക്കാൻ കഴിയും. അങ്ങനെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നൊരു ടീമും പതുക്കെ നിയന്ത്രണം പ്രിയങ്കയിലേക്ക് കൊണ്ടുവരും. കാരണം പ്രിയങ്കയ്ക്ക് മാത്രമേ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയൂ. കാരണം രാഹുൽ ഗാന്ധി ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട്, പക്ഷെ അത് അദ്ദേഹത്തിന് വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. കാരണം BJP അത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കി കഴിഞ്ഞു. അവരുടെ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള പല നടപടികളും ജനങ്ങളുടെ വിശ്വാസമുണ്ട്. മോദിയെ ഏറ്റവും ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതാവായിട്ട് മോദി വളർന്നു കഴിഞ്ഞു. അതേപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP അധികാരം പിടിച്ചു കഴിഞ്ഞു. അധികാരത്തിന് എല്ലാ മേഖലകളിലേക്കും BJP ആഴത്തിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ BJPയെ തള്ളി മാറ്റി അധികാരത്തിലെത്താൻ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളും രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. ഇപ്പൊ നേരത്തെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കൂടെ സഖ്യകക്ഷിയായി നിന്ന പാർട്ടിയാണ്, പക്ഷെ അവർ കോൺഗ്രസുമായി തെറ്റി. അതേപോലെ തന്നെ മറ്റു പല നേതാക്കന്മാർക്കും നല്ല ബന്ധമല്ല രാഹുൽ ഗാന്ധിയുമായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാൻ പലപ്പോഴും അവർ തയ്യാറാവുന്നില്ല. അപ്പം അത് മുലായം സിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി ആണെങ്കിലും പല നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയെ പരസ്യമായിട്ട് അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ രാഹുൽ ഗാന്ധിയെ മാറ്റി എന്തുകൊണ്ട് പ്രിയങ്ക വന്നുകൂടാ എന്ന വാദമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്.